മാധു കസ്റ്റഡിയിലില്ല എന്നതിന് കൃത്യമായ ഒരു സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടാവുന്നു. അതിനുശേഷം മറ്റൊരു ചോദ്യമുള്ളത് എന്തുകൊണ്ട് ഹോസ്ദുർഗ് കോടതിയിൽ ഇത്തരത്തിൽ വലിയ ഒരു പോലീസ് സന്നാഹമുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം കൂടി ഉണ്ടാവുന്നു. കണ്ണൂർ റേഞ്ച് DIGയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ വരുന്നത്. യതീഷ് ചന്ദ്ര IPS പറയുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച വിവരമാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷേ ഹോസ്ദുർഗ് കോടതിയിലേക്ക് എത്തിയേക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ പോലീസ് സന്നാഹം ഒരുക്കിയത്. അതോടൊപ്പം തന്നെ നേരത്തെ കോടതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞു വെച്ചിരുന്നത് മറ്റ് പല കേസുകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ പഠിക്കേണ്ടതിൻ്റെ ഭാഗമായാണ് മജിസ്ട്രേറ്റ് ഇത്തരത്തിൽ കോടതിയിൽ തുടരുന്നത് എന്ന് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്ന് മജിസ്ട്രേറ്റും പോലീസും മടങ്ങിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാത്രിയിൽ ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങാനുള്ള സാധ്യത വിരളമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് പൂർണ്ണമായും മാറിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഇവിടെ യുവമോർച്ച BJP പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. അതിനുശേഷം അവർ ചെരുപ്പുമാലയുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കാനായി ഹോസ്ദുർഗ് കോടതിയുടെ പടിക്കൽ വന്നിരുന്നത്. അതിനുശേഷം DYFI പ്രവർത്തകരും എത്തുകയുണ്ടായി. അവർ ഏത് രീതിയിലാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീലം എന്ന് പറഞ്ഞ് അപമാനിച്ച അതേ പൊതിച്ചോറുമായി തികഞ്ഞ രാഷ്ട്രീയ മറുപടിയുമായാണ് DYFI പ്രവർത്തകർ ഇവിടെ പ്രതിഷേധമായി എത്തിയത്. എന്തായാലും ഇവിടെ പോലീസ് സന്നാഹങ്ങൾ പൂർണ്ണമായി ഇവിടെ നിന്ന് പിൻവലിച്ചിരിക്കുന്നു എന്നതിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നു. എന്തായാലും ഹോസ്ദുർഗ് കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് മടങ്ങിയിരിക്കുന്നു. ഈ രാത്രിയിൽ മടങ്ങിയിരിക്കുന്നു. പോലീസ് സന്നാഹം ഹോസ്ദുർഗ് കോടതിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം.